നിർഭാഗ്യകരമാണ്. അത് വളരെ നിർഭാഗ്യമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ഷൻ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ പോലീസ് സംവിധാനത്തോടൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ. അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ പല കാരണങ്ങൾ കൊണ്ടും, പല ബാഹ്യപ്രേരണകളോ അല്ലെങ്കിൽ സം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾ കൊണ്ടോ ഇത്തരത്തിൽ മൂടി വെച്ചതിന് ശേഷം പിന്നെ ഈ ഇതുപോലത്തെ CCTV ഒക്കെ പുറത്ത് വരാതിരിക്കുക. പിന്നെ അവസാനം ഈ പരാതിക്കാർ വളരെ ഫൈറ്റ് ചെയ്തിട്ട് CCTV ഒക്കെ പുറത്തു വരുമ്പോഴാണ് ഗവൺമെന്റ് ഉണർത്തുന്നത്. അപ്പൊ തികച്ചും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ വളരെ പരിതാപകരമായ ഒരു 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 ആക്ടിവിറ്റിയാണ് ഈ സംഭവത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നടപടികൾ അറ്റ്ലീസ്റ്റ് മേലുദ്യോഗസ്ഥന്മാരെ, PG സ്റ്റേഷനിലെ SHOന്റെ മേലുദ്യോഗസ്ഥന്മാരെങ്കിലും നടപടി എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ നടപടി എടുക്കാൻ DGP ലെവൽ ഉദ്യോഗസ്ഥന്മാരോട് പറയണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇത് പൂഴ്ത്തി വെക്കുക. അതിനുശേഷം വേറെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പം പോലീസിന്റെ മറ്റ് എക്സസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ ഹൈലൈറ്റിൽ വരുമ്പം അദ്ദേഹത്തെ ആ ഓഫീസറെ സംരക്ഷിക്കുന്നതിൽ നിന്ന് പതുക്കെ മാറി തൽക്കാലം ആദ്യം ട്രാൻസ്ഫർ കൊടുക്കുക, പിന്നെ സസ്പെൻഷൻ കൊടുക്കുക. ഇതൊക്കെ വളരെ വളരെ പോലീസിന്റെ ഒരു ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടികളാണ്. അപ്പൊ എന്തായാലും ഇപ്പോഴെങ്കിലും പുതിയ DGP എങ്കിലും തീരുമാനം മാറ്റിയിരിക്കുകയാണ്. പഴയ മാതിരി റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഈ ആക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അത് വളരെ വളരെ നല്ലൊരു വെൽക്കം സൈനാണ്. പുതിയ DGP തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി വന്നാൽ, ഈ റിപ്പോർട്ടുകൾ വന്നാൽ ആ റിപ്പോർട്ടുകൾ ഒരു കാരണവശാലും പൂഴ്ത്തിവെക്കില്ലെന്നും യഥാസമയം അന്വേഷിച്ചിട്ട് ശരിയായ തീരുമാനം, ശരിയായ നടപടി ഉണ്ടാവുമെന്ന് പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ രവത ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറപിടിച്ചായിരിക്കണം ഇപ്പോഴും PGയിലത്തെ 2 വർഷമായിട്ട് മാറ്റിവെച്ച നടപടി പേപ്പർ പുറത്തു വരികയും ഡ്യൂ പ്രോസസ് ഓഫ് ലോയോട് കൂടിയിട്ട് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ ഇനിയും ബാക്കി നടപടികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നടപടിയെടുത്താൽ മാത്രമേ പോലീസിന് പൊതുമധ്യത്തിൽ ഒരു മതിപ്പുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തോട് ജനങ്ങൾക്ക് ഒരു മതിപ്പും വിശ്വാസവും നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഗുരുതരമായ വീഴ്ച തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, അത് നിയമവിരുദ്ധമാണ്, അത് നീതിക്ക് നിരക്കാത്തതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഈ കേസ് വീണ്ടും ഒരു പുനരന്വേഷണം, അതായത് എൻക്വയറി കണ്ടക്ട് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് ആരൊക്കെയാണ് ഈ SHO ഈ PGയിലത്തെ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആരൊക്കെ സഹായിച്ചു, ഏതൊക്കെ ഉദ്യോഗസ്ഥൻ ഡയലൂഷൻ നടത്തി, അല്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥൻ ഇൻവെസ്റ്റിഗേഷൻ ടാമ്പർ ചെയ്യാൻ നോക്കി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അന്വേഷണം നടത്തി അതിന്റെ ശരിയായ ദിശയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ആരൊക്കെയാണ് തെറ്റുകാർ, ആരൊക്കെയാണ് ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, അവരുടെ പേരിലൊക്കെ നടപടി ഉണ്ടാവുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ നടപടി തന്നെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഇനി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.